കോഴിക്കോട്ട് വീടിനകത്ത് കയറിയ പാമ്പിനെ ഭയന്ന് 6 ദിവസം മുറി അടച്ചിട്ട് കുടുംബം. ഒടുവിൽ സ്നേക്ക് റെസ്ക്യൂവർ എത്തി പാമ്പിനെ പിടികൂടിയപ്പോഴാണ് ഒളിച്ചിരുന്ന പാമ്പല്ല ചേരയാണെന്ന് മനസ്സിലായത്. ബാത്റൂമിലെ ഫ്ലഷ് ടാങ്കിൽ നിന്നാണ് ചേരയെ പിടികൂടിയത്. കുണ്ടൂപറമ്പിലെ ഹേമന്തിന്റെ വീട്ടിനകത്താണ് പാമ്പ് കയറിയത്. അദ്ദേഹത്തിന്റെ കിടപ്പുമുറിയിൽ പാമ്പ് കയറി 6 ദിവസമായി അങ്ങനെ ഈ കിടപ്പുമുറി ഹേമന്ത് അടച്ചിട്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഒടുവിൽ ഇന്ന് സ്നേക്ക് റെസ്ക്യൂവർ എത്തി പാമ്പിനെ പിടികൂടിയപ്പോൾ അതൊരു വിഷപ്പാമ്പായിരുന്നില്ല, മറിച്ച് അതൊരു ചേരയായിരുന്നു എന്നുള്ളതാണ് ആശ്വാസം. ഈ മുറിക്കകത്തെ ബാത്റൂമിന്റെ ഫ്ലഷ് ടാങ്കിനകത്തായിരുന്നു ഈ ചേര ഒളിച്ചിരുന്നത്. സ്നേക്ക് റെസ്ക്യൂർ എത്തി ഈ പാമ്പിനെ പുറത്തെടുക്കുകയും നിലവിൽ ഇപ്പോൾ ഇവിടെ നിന്ന് കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട്. ഹേമന്ത്, ഈ വീട്ടുകാരൻ നമുക്കൊപ്പം ഉണ്ട്. ചേട്ടാ, ആശ്വാസമായല്ലേ? തീർച്ചയായിട്ടും വലിയൊരു ആശ്വാസം. സ്വന്തം വീട്ടിൽ നമ്മൾ കിടന്നുറങ്ങുന്ന ബെഡ്റൂമിൽ പാമ്പുണ്ടായും തൊട്ടടുത്ത റൂമിൽ നമ്മൾ കിടന്നുറങ്ങുകയും ചെയ്യുന്ന വല്ലാത്തൊരു അവസ്ഥ അനുഭവിക്കുന്നതിനെ അറിയത്തുള്ളൂ. കാരണം ഏത് പാമ്പാന്ന് നമുക്കറിയില്ല, അത് വിഷമുള്ളതാണോ ഇല്ലാത്ത നമുക്കറിയില്ല. യാദൃശ്ചികമായിട്ട് ഞാൻ വർക്ക് കഴിഞ്ഞ് വന്ന് ഫ്രഷാകാൻ വേണ്ടി കഴിഞ്ഞ ശനിയാഴ്ച ബാത്റൂം തുറന്ന് കയറുമ്പോഴാണ് പെട്ടെന്ന് തന്നെ കാണുക, ഇങ്ങനെ പിടച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം പെട്ടെന്ന് പേടിച്ചു പോയി, പാമ്പല്ലേ. അപ്പം ചേരയാണെന്ന് മനസ്സിലായി, ഒന്നും അറിയണ്ടായിരുന്നു. അപ്പം ഡോർ അടച്ചു. അതിനുശേഷം റെസ്ക്യൂർ വിളിച്ചു. റെസ്ക്യൂർ വന്ന് കംപ്ലീറ്റ് നോക്കി. അദ്ദേഹം വളരെ എന്താ പറയുക, വെള്ളമൊക്കെ അടിച്ച് കംപ്ലീറ്റ് പരിധിയിലും സാന്നിധ്യം കണ്ടെത്താൻ പറ്റില്ല. റൂം എന്താ യൂസ് ചെയ്യാൻ തീരുമാനിച്ചു. അത് ലോക്ക് ചെയ്തിട്ടു. അന്ന് മുതൽ അടച്ചിട്ടു. അതിന് പിറ്റേ ദിവസം രാവിലെ ഒന്ന് ഇടയ്ക്ക് നോക്കും ഇതുണ്ടോ. പക്ഷേ ഉച്ചയ്ക്ക് ശേഷം നോക്കുമ്പോൾ വൈഫ് നോക്കും, പെട്ടെന്നുണ്ട് പാമ്പുണ്ട്. ഇവിടുന്ന് അവിടെ നമ്മളെ ഡോറിൻ്റെ അടുത്തുന്നത് ഇങ്ങനെ അകത്തോട്ട് ഇങ്ങനെ തള്ളിപ്പോകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പേടി കൂടി വീണ്ടും അത് അകത്തോട്ട് കയറിപ്പോയി. പിന്നെ ശരിക്കും അത് ബ്ലോക്ക് ചെയ്ത് ഞങ്ങളുടെ അവിടെ വെയിറ്റൊക്കെ വെച്ച് ബ്ലോക്ക് ചെയ്തു. പിന്നെ അതിൻ്റെ അകത്ത് തന്നെ പുറത്തു വരാത്ത രീതി ഉറപ്പ് വരുത്തി. ഇപ്പം എന്തായാലും സ്നേക്ക് റെസ്ക്യൂർ വന്നു. നാട്ടുകാരനായ ഒരു പാമ്പെടുത്തുകാരനല്ല, അദ്ദേഹം ഓട്ടോ ഡ്രൈവറാണെന്ന് തോന്നുന്നു, പേരെനിക്ക് ഓർമ്മയില്ല, സോറി. അദ്ദേഹത്തെ കൂട്ടി വരികയും അദ്ദേഹം വളരെ നന്നായിട്ട് സെർച്ച് ചെയ്തു. അവിടെ തന്നെ ഉള്ളത്. പക്ഷേ ഞങ്ങൾ കിട്ടുന്നില്ല. ഏതോ ഒരു ചെറിയൊരു പോയിന്റ് പോയി ഇരിക്കുകയാണെന്ന് പറഞ്ഞു. ഇത് ചേരയാണെന്ന് പറഞ്ഞപ്പോൾ ശ്വാസം നേരെ കൊണ്ട് വലിയ ആശ്വാസം വന്നു. കാരണം അഥവാ നമ്മളൊന്ന് ചെയ്തു തന്നെങ്കിലോ വിഷപ്പാമ്പൊക്കെ ഇട്ടുള്ളതല്ലേ. എന്താ അദ്ദേഹം വളരെ പണിപ്പെട്ട് അതെടുത്തു. ഇന്നിപ്പം ഒരു സമാധാനം, ഒരു വല്ലാത്തൊരു എന്താ പറയുക, ഒരു ആശ്വാസം കിട്ടിയിട്ടുണ്ട് എനിക്കും വൈഫിനും. അങ്ങനെ പേടിച്ചിരിക്കുക, എന്ത് ചെയ്യും. 6 ദിവസം ഈ റൂം പൂട്ടിയിട്ടിട്ടുണ്ടെങ്കിലും പുറത്ത് നിൽക്കുമ്പോഴും പേടിയായിരുന്നു. ഉറപ്പായിട്ടുണ്ട്. ഒരു പാമ്പ് ഒരു റൂമിലുണ്ടാകുക നമ്മുടെ അടുത്ത് വല്ലാത്തൊരു അവസ്ഥയല്ലേ, ഫീൽ ചെയ്യുമ്പോഴേ അറിയുള്ളൂ. എന്നാലും ഇപ്പോൾ ഒരു നല്ല സന്തോഷമുണ്ട്, ഒരു സമാധാനം വന്നിട്ടുണ്ട്. ഉറപ്പായിട്ടും വലിയ ആശ്വാസം. സ്മൃതി, അങ്ങനെ തന്നെയാണ്. കഴിഞ്ഞ 6 ദിവസവും അദ്ദേഹത്തിൻ്റെ ഉറക്കം നഷ്ടമായിരുന്നു. കാരണം മുറി പൂട്ടിയിട്ടുണ്ട് എങ്കിൽ കൂടി അതിൻ്റെ വിടവിൽ എവിടെ കൂടിയെങ്കിലും പുറത്തോട്ട് വരുമോ എന്നൊക്കെയുള്ള പേടിയുണ്ടായിരുന്നു. പക്ഷേ നിലവിൽ എന്തായാലും ഇപ്പോൾ സ്നേക്ക് റെസ്ക്യൂവർ എത്തി ചേരയെ ഈ വാഷ്റൂമിൻ്റെ അകത്ത് നിന്ന്, ബാത്റൂമിൻ്റെ അകത്ത് നിന്ന് കണ്ടെത്താനായി കഴിഞ്ഞിട്ടുണ്ട്. അതിനെ കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട്. ശരി, ഏതായാലും പാമ്പിനെ പിടികൂടിയ പാമ്പല്ല ചേരയാണ് എന്നുള്ളത് ആശ്വാസകരമായ കാര്യമാണ്. അഭിജിത്ത് മുടക്കുന്നാണ് ആ വീട്ടുകാരുടെ പ്രതികരണം എടുത്തത്.